നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അവരെ വിളിച്ച് നടന്ന കാര്യങ്ങൾ പറഞ്ഞാ പോരെ? അതല്ലേ അതിന്റെ മര്യാദ. നമ്മളൊന്നും പറയാതിരുന്ന, നമ്മൾ ഇന്നങ്ങോട്ട് ചെല്ലാതിരുന്നത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണെന്ന് അവര് തെറ്റിദ്ധരിക്കില്ലേ? അതിനായിട്ട് നമ്മൾ തന്നെ അവസരം കൊടുക്കണം. പക്ഷെ അമ്മേ, ശ്രീകലയുടെ അഭിപ്രായം എന്താണെന്നറിയാതെ നമ്മൾ അവരോട് എന്തു പറയും? ഇനി ബോധം തെളിയുമ്പോ ഈ പ്രപ്പോസൽ വേണ്ടെന്നാണ് ശ്രീകലയുടെ അഭിപ്രായമെങ്കിലോ? ഏതായാലും അത് അറിഞ്ഞിട്ട് മതി ഇനി അവരെ കോണ്ടാക്ട് ചെയ്യുന്നത്. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ. മോള് പറഞ്ഞതുപോലെ കാര്യം എന്താണെങ്കിലും അവർക്ക് തുറന്നു പറഞ്ഞൂടെ? ഇത് വല്ലാത്തൊരു ഇൻസൾട്ടായി പോയി. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ പപ്പയോട് വിളിക്കണ്ടെന്ന്. പറയുന്ന വാക്കിന് സ്ഥിരത ഇല്ലാത്തവരാ അവരെന്ന് ഇപ്പൊ ബോധ്യായില്ലേ? അവരുടെ തുടക്കം മുതലുള്ള പെരുമാറ്റം കണ്ടപ്പോഴേ എനിക്കെന്തോ കുഴപ്പം തോന്നിയത്. ഇനിയിപ്പോ അവർക്കതിൽ താല്പര്യം ഇല്ലെന്നാണോ? ഇല്ലെങ്കിൽ അവർക്കത് തുറന്നു പറയാലോ. ഇതൊരുമാതിരി മനുഷ്യരെ കളിയാക്കുന്ന ഏർപ്പാടാ. നോക്കിക്കോ, ഇത് ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കില്ല. നമ്മളെന്താ അവരുടെ ശമ്പളക്കാരാണോ? എങ്കിലാന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. ദേവുട്ടി, ദേവൂട്ടിയെ തിരിഞ്ഞ് ഞാൻ പൂക്കടയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് കടയിൽ പോയില്ലേ? എന്തിനാ നിന്നെ കാണാൻ വന്നേന്നോ? അതെ, എനിക്ക് ദേവൂട്ടിയുടെ ഒരു സഹായം വേണമായിരുന്നു. സഹായം എന്താന്ന് ചോദിച്ചാ, എന്റെ ഒരു ബന്ധുവിന് വേണ്ടി മൂകാംബിക ദേവിക്ക് ഒരു ഹാരസമർപ്പണം നടത്തണം. എന്നെയാണ് ഏൽപ്പിച്ചതെങ്കിലും ഇന്ന് കടയിൽ നല്ല തിരക്കാ. 2-3 സ്റ്റാഫ് ലീവാ. അതുകൊണ്ട് ഫുൾ ഡേ ഞാൻ കടയിലുണ്ടാവണമെന്നാ അച്ഛൻ പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് വേണ്ടി ദേവൂട്ടി ഈ വഴിപാടൊന്ന് നടത്തി തരുവോ? വഴിപാട് എന്തിനു വേണ്ടിയാണെന്നോ പറയാം. ഈ ബന്ധുവിനെ കഴിഞ്ഞ ദിവസം ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. ജയിക്കുമെന്ന് പുള്ളിക്കാരന് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. എന്നാലും ആരുടെയൊക്കെയോ പ്രാർത്ഥന കൊണ്ട് പുള്ളിക്കാരൻ റിട്ടേൺ ടെസ്റ്റ് കടന്നുകൂടി. ഇനി ഇന്റർവ്യൂ എന്ന കടമ്പ കൂടി കടന്നു കിട്ടണം. അതിനുവേണ്ടിയാണ് ഈ വഴിപാട്. അപ്പൊ നല്ലൊരു ഹാരം തന്നെ ദേവിക്ക് സമർപ്പിക്കണം. ഓ, വഴിപാടുകാരന്റെ പേര് നക്ഷത്രമാണോ? ഇതിൽ തന്നെയുണ്ട്. അപ്പോ മറക്കാതെ വഴിപാട് നടത്തിയേക്കണേ. എന്നാ ഞാൻ പോട്ടെ, അച്ഛനെ തിരക്കുന്നുണ്ടാവും. ശരി.
എന്ത് പറ്റി മോളെ? വന്നപ്പം മുതൽ നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണല്ലോ. കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞതുമില്ല. ആര്? നമ്മുടെ നാഥന്റെ മോള് കസ്തൂരിയോ? അവൾ ആർക്ക് വേണ്ടിയാ വഴിപാട് കഴിക്കുന്നത്?